ഹലോ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, വിബ്ജ്യൂർ അക്കാദമിയുടെ വിബ്ജ്യൂർ എജു ഹബിലേക്ക് സ്നേഹം നിറഞ്ഞ SSLC വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും സ്വാഗതം. SSLC 2024 നമ്മുടെ പടിവാതിൽക്കൽ എത്തിയിരിക്കുകയാണ്. SSLCയെ സധൈര്യം നമ്മൾ നേരിടാൻ തയ്യാറാകേണ്ടതുണ്ട്. അപ്പൊ ആയതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലെ SSLC സ്റ്റേറ്റ് സിലബസ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന രൂപത്തിലുള്ള ഒരു വീഡിയോയാണ് ഇവിടെ വിബ്ജ്യൂർ ഹബ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നത്. ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത് നമ്മുടെ SSLC മോഡൽ എക്സാം ഇപ്പതാ കഴിഞ്ഞിട്ടുണ്ട്. ഈ മോഡൽ എക്സാമിന്റെ ആൻസറുകളെ കൃത്യമായി കൊണ്ട് ഡിസ്കസ് ചെയ്യുക. 29 ചോദ്യമാണ് നമുക്ക് SSLC മോഡൽ എക്സാമിനും പബ്ലിക് എക്സാമിനും 80 മാർക്കിന്റെ പൊതുവെയുള്ള എക്സാമുകളിലൊക്കെ നമ്മൾ കണ്ടുവരുന്നത്. ഈ മോഡൽ എക്സാമിലും 29 ചോദ്യം തന്നെയായി. ഈ 29 ചോദ്യത്തെ കൃത്യമായി കൊണ്ട് ഉത്തരം ചെയ്യുക. അത് മാത്രമല്ല, ആൻസറുകൾ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഓൺലൈനിൽ നിന്ന് അവൈലബിൾ ആണ്. ആൻസർ മാത്രമല്ല, എന്തുകൊണ്ടാണ് ആ ആൻസർ വന്നത് എന്നും എങ്ങനെയാണ് ആൻസർ നമുക്ക് ഏത് രൂപത്തിൽ എഴുതിയാലാണ് എളുപ്പത്തിൽ നമുക്ക് മുഴുവൻ മാർക്ക് കിട്ടുക എന്നും ഒക്കെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ ചെലവഴിക്കുന്ന സമയം ഒരിക്കലും നഷ്ടപ്പെടില്ല. അപ്പൊ ആയതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികളെല്ലാവരും SSLC പഠിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും കണ്ടിരിക്കേണ്ട ഒരു വീഡിയോയാണ് ഇത്. ഇത് എന്റെ വീഡിയോ ആയതുകൊണ്ട് മാത്രം ഞാൻ പറയുകയല്ല. ഇവിടെ SSLC പഠിക്കുന്ന മാത്സ് എന്ന വിഷയ പരീക്ഷയ്ക്ക് വരുമ്പോൾ തന്നെ ടെൻഷൻ കൂടുതലാകുന്ന വിദ്യാർത്ഥികൾ ഒരുപാടുണ്ടെന്ന് എനിക്കറിയാം. ആയതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും വേണ്ടി നന്നായി പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കോൺഫിഡൻസിന് വേണ്ടിയും ഒക്കെ ഈ വീഡിയോ വളരെയധികം ഉപയോഗപ്പെടുത്താം. വിബ്ജ്യൂർ അക്കാദമിയുടെ വിബ്ജ്യൂർ എജു ഹബിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ്. നമ്മൾ ഇന്നത്തെ കണ്ടന്റ് ചെയ്യാൻ പോകുന്നത് SSLC മോഡൽ എക്സാം 2024 മാത്സ് വിഷയത്തിന്റെ മുഴുവൻ ചോദ്യങ്ങളുടെ ഉത്തരമാണ്. ഒരൊറ്റ വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയുന്ന സംഗതിയല്ല അത്. ആയതുകൊണ്ട് തന്നെ 3 സെഷനുകളായിക്കൊണ്ടാണ് ചെയ്യുക. ഈ ഒന്നാമത്തെ സെഷനിൽ ഈ വീഡിയോയിൽ 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ചോദ്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ രണ്ടാമത്തെ സെഷൻ അടുത്ത വീഡിയോയിൽ 4 മാർക്കിന്റെ ചോദ്യം 11 ചോദ്യം 4 മാർക്കിന് മാത്രം അതിലുണ്ട്. അപ്പൊ 11 ചോദ്യത്തെ കൃത്യമായി കൊണ്ട് ഉത്തരം ചെയ്യേണ്ടതുണ്ട്. അടുത്ത മൂന്നാമത്തെ സെഷനിൽ നമുക്ക് ചെയ്യേണ്ടത് 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് മാത്രമാണ്. അപ്പൊ ഈ നിലയ്ക്ക് നിങ്ങൾക്ക് ഏതൊക്കെയാണോ ചോദ്യങ്ങൾ ആവശ്യം അത് മാത്രം കണ്ടാലും മതി. മാത്രമല്ല, മാത്സ് നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ, നിങ്ങൾ ഈ വീഡിയോ കാണുന്ന മുഴുവൻ നിർബന്ധമായി കാണണം. ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ തീർച്ചയായും ഉപകാരപ്പെടും. വിദ്യാർത്ഥികൾ എല്ലാവരും കട്ടയ്ക്ക് തന്നെ കൂടെ ഉണ്ടാവണം. അപ്പൊ നമ്മൾ ആൻസർ ചെയ്യാൻ പോവുകയാണ്. കൂടുതൽ സമയം കളയുന്നില്ല, നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ ഒന്നാമത്തെ മുതലുള്ള ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ഒരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, നിങ്ങളുടെ കയ്യിൽ ഒരു നോട്ട് പുസ്തകവും മാത്സിന്റെ ഇപ്പോൾ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറും കയ്യിൽ വേണം. ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതുണ്ടെങ്കിൽ വളരെ കൃത്യമായി നിങ്ങൾക്ക് അത് മനസ്സിലാകുകയും ചെയ്യും. ഒരു ചോദ്യത്തിന് ഉത്തരം ചെയ്യുക എന്നതുപോലെ തന്നെ പ്രാധാന്യമാണ് ആ ചോദ്യം മനസ്സിലാകുക എന്നുള്ളത്. ആയതുകൊണ്ട് തന്നെ ആ ചോദ്യത്തിന് നിങ്ങളുടെ കയ്യിൽ ചോദ്യ പേപ്പർ നിർബന്ധമായി ഉണ്ടാവണം. ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ വെച്ചുകൊണ്ട് വേണം ഈ ചർച്ചയിൽ നിങ്ങൾ പങ്കെടുക്കാൻ. എല്ലാവരും നന്നായിട്ട് തന്നെ എന്ത് ചെയ്യണം, ഇത് കാണണം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യുക കൂടി ചെയ്യണം എന്ന് വിദ്യാർത്ഥികൾ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നു. എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ നോട്ട്ബുക്ക് എടുത്ത് റെഡി ആയിരിക്കുക. ഓക്കെ മക്കളെ, അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എല്ലാവരും അറിയേണ്ട ഒരു കാര്യം, 2:30 അല്ലെ, 2 മണിക്കൂർ 30 മിനിറ്റ് 2.5 മണിക്കൂർ സമയമാണ് നമുക്ക് എല്ലാവർക്കും പരീക്ഷയ്ക്കുള്ളത്. 1/4 മണിക്കൂർ കൂൾ ഓഫ് ടൈം ഉണ്ട്. ഇതിനെ കൃത്യമായി ആര് ഉപയോഗപ്പെടുത്തുന്നോ അവർക്കാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുക. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ 1/4 മണിക്കൂർ കൂൾ ഓഫ് ടൈമിനെ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തേണ്ടത് എന്നാണ് ഞാൻ ആദ്യം പറയുന്നത്. ഓക്കെ, 2 കാര്യങ്ങളാണ് ഇത് ആൻസർ ചെയ്യുന്നതിന് മുമ്പ് ഇനി പറയാനുള്ളത്. ഒന്നാമത്തെ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂൾ ഓഫ് ടൈം എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. കൂൾ ഓഫ് ടൈം എന്നുള്ളത് ഒരിക്കലും നിങ്ങൾ ആൻസറിനെ കുറിച്ച് ചിന്തിക്കാനുള്ള സമയമായി എടുക്കരുത്. ഇനി മേ ബി ഞാൻ പറയുന്ന കാര്യം ചെയ്തു കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഏതെങ്കിലും ചോദ്യങ്ങളുടെ ആൻസറിനെ കുറിച്ച് ചിന്തിക്കാം, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഫസ്റ്റ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് എന്തിനാന്ന് വെച്ചാൽ, കൂൾ ഓഫ് ടൈം എന്ന സംവിധാനം വെച്ചിട്ടുള്ളത് തന്നെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിന് പരിചയപ്പെടാനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി കഴിഞ്ഞാൽ നമ്മൾ ഓവറോൾ നമ്മൾ പഠിച്ചതൊക്കെ വന്നിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഓവറോൾ ആയിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കുക. ശേഷം നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പൊ ആദ്യത്തെ 1 മുതൽ 4 വരെയുള്ള ക്വസ്റ്റ്യനുകളിൽ ആൻസർ എനി 3 ക്വസ്റ്റ്യൻസ് ഫ്രം 1 to 4, 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 ആൻസർ ചെയ്യുക. എല്ലാത്തിനും 2 മാർക്ക് എന്ന രൂപത്തിലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഞാൻ ചെയ്യേണ്ടത്, എനിക്ക് ഈ കണ്ടിട്ടുള്ള 4 ചോദ്യങ്ങളിൽ കിട്ടാത്ത ഒരു ചോദ്യം ഏതാണ് എന്ന് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ കിട്ടുന്ന 3 ചോദ്യം ഏതാണ് സെലക്ട് ചെയ്യുന്നതിനെക്കാട്ടിലും സമയം സേവ് ചെയ്യാൻ നല്ലത്
കിട്ടാത്ത ഒരെണ്ണം ഏതാണ് എന്നുള്ളത് മാറ്റി വെക്കുക. ബാക്കി മൂന്നെണ്ണം നമ്മൾ ആൻസർ ചെയ്താൽ മതിയല്ലോ. ശേഷം നമ്മൾ എടുക്കേണ്ടത് 3 മാർക്കിന്റെ ചോദ്യങ്ങളിൽ 5 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ നമുക്ക് ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും 4 ചോദ്യമാണ്. അപ്പൊ ഏതെങ്കിലും 4 ചോദ്യം, ഏത് 4 ചോദ്യമാണ് ഞാൻ അറ്റൻഡ് ചെയ്യുക? 5 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിൽ നിന്ന് 5 മുതൽ 10 വരെ എന്ന് പറയുമ്പോൾ 6 ക്വസ്റ്റ്യൻസ് ആയി. ആ 6 ക്വസ്റ്റ്യൻസിൽ നിന്നും 4 ചോദ്യങ്ങൾ ഞാൻ സെലക്ട് ചെയ്യണം. അപ്പൊ ആ 4 ചോദ്യങ്ങൾ ഏതൊക്കെയാണ് എന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതല്ലെങ്കിൽ എനിക്ക് ഇതിൽ നിന്ന് കിട്ടാത്ത 2 എണ്ണം ഏതൊക്കെയാണെന്ന് മാർക്ക് ചെയ്യണം. ഇങ്ങനെ തുടങ്ങിയുള്ള കാര്യമാണ് നിങ്ങൾ ആദ്യം കൂൾ ഓഫ് ടൈമിൽ ചെയ്യേണ്ടത്. ശേഷം നിങ്ങൾക്ക് വീണ്ടും സമയം കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യന്റെ ആൻസറിലേക്ക് പോവാം. ഓക്കെ, ആ രൂപത്തിലേക്കാണ് നിങ്ങൾ കൂൾ ഓഫ് ടൈം ഉപയോഗപ്പെടുത്തേണ്ടത്. രണ്ടാമത്തെ ഒരു കാര്യം പറയട്ടെ മക്കളെ, ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം 1 മുതൽ 4 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 3 എണ്ണം അറ്റൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 3 എണ്ണം അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. നോക്കിക്കോ, 4 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ 11 ചോദ്യമുള്ളത്. 11 ചോദ്യങ്ങളിൽ നിന്നും 8 ചോദ്യമാണ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യേണ്ടത്. ഈ 8 ചോദ്യം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, തെറ്റിയാലാണ് അത് തെറ്റിയതിനുള്ള മാർക്കെങ്കിലും നിങ്ങൾക്ക് തരാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എല്ലാവരും എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക എന്നുള്ളതിൽ ഒരു കോംപ്രമൈസും ഒരു വിദ്യാർത്ഥിയും ഒരു പരീക്ഷയിൽ, മാത്സ് പരീക്ഷയിൽ എന്ന് മാത്രമല്ല ഒരു പരീക്ഷയിൽ ചെയ്യാൻ പാടില്ല. ഇത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുമല്ലോ. ഇനി നമ്മൾ തുടങ്ങാൻ പോവാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ നോക്കൂ. കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ്. ക്വസ്റ്റ്യൻ നമ്മുടെ കയ്യിലുണ്ടല്ലോ അല്ലെ. കൺസിഡർ ദ അരിത്മെറ്റിക് സീക്വൻസ് 1, 11, 21 എക്സെട്ര. എ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ കോമൺ ഡിഫറൻസ്. വളരെ സിമ്പിൾ ആയ ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പൊതുവെ അരിത്മെറ്റിക് സീക്വൻസിന്റെ സിമ്പിൾ ആയ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓക്കെ, അപ്പോ നമ്മുടെ 1, 11, 21 എക്സെട്ര എന്ന അരിത്മെറ്റിക് സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് അതിന്റെ ആൻസർ എഴുതിയാൽ മതി 10. അത്രേ ഉള്ളൂ, വേറെ സ്റ്റെപ്പിന്റെ ഒന്നും ഇവിടെ ആവശ്യമില്ല. ഓക്കെ, ബി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്താണ് ബി ക്വസ്റ്റ്യൻ വരുന്നത്? ബി ക്വസ്റ്റ്യൻ പറയുന്നത് ഫൈൻഡ് ദ 10th ടേം ഓഫ് ദ സീക്വൻസ്. ഈ സീക്വൻസിന്റെ 10ാമത്തെ ടേം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. 10th ടേം എത്രയെന്ന് കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ പഠിച്ച ഇക്വേഷൻ എന്തായിരിക്കും? xn ഈക്വൽ ടു f പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി എന്നാണ്. അല്ലെങ്കിൽ നമ്മൾ dn പ്ലസ് f മൈനസ് ഡി പഠിച്ചിട്ടുണ്ടാവും. അത് വെച്ച് ഉപയോഗിച്ചാലും ചെയ്യാൻ കിട്ടും, ഒരു പ്രശ്നവും ഇല്ല. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു f പ്ലസ്, ദാറ്റ് ഈസ് ഫസ്റ്റ് ടേം എന്താണ് ഇവിടെ 1 ആണ്, പ്ലസ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 10ാമത്തെ ടേം ആണ്. അതുകൊണ്ട് n ന്റെ വാല്യൂ 10 ആണ്. അപ്പൊ 10 മൈനസ് 1 എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു ഡി. ഡി എന്ന് പറയുമ്പോൾ കോമൺ ഡിഫറൻസ് എത്രയാണ് പറഞ്ഞപ്പോൾ നമ്മൾ 10. ഇതിൽ ഒരുപാട് പേരുടെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് തുടക്കം മുതൽ പഠിപ്പിക്കുമ്പോൾ എല്ലാ ടീച്ചർമാരും പറഞ്ഞിരുന്ന കാര്യമാണ് മൾട്ടിപ്ലിക്കേഷന് ശേഷമേ അഡീഷൻ സബ്ട്രാക്ഷൻ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. പല വിദ്യാർത്ഥികളും ഇടതുഭാഗത്തു നിന്നാണ് തുടങ്ങുക. അപ്പൊ 1 + 9 10, 10 × 10 100 എന്ന ഉത്തരം എഴുതിയ കുറെ ആളുകൾ ഉണ്ടാവും. ഇതൊന്നും ശ്രദ്ധിക്കാത്ത ആളുകൾ. ഓക്കെ, അപ്പൊ 9 × 10 ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 90 കിട്ടി. ആ 90 ഒപ്പം ഈ 1 പ്ലസ് ചെയ്ത് ദാറ്റ് ഈസ് 91. ഇതാണ് നമ്മുടെ ആൻസർ. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യനില് നമുക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്. ആ ഫിഗർ ജസ്റ്റ് ഞാൻ വരയ്ക്കാം. ഈ ഫിഗർ നിങ്ങൾ ആൻസർ ഷീറ്റിൽ വരയ്ക്കേണ്ടതില്ല, വരയ്ക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അതിന്റെ ആൻസർ മാത്രം എഴുതിയാൽ മതിയാകും. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് അത് എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന രീതിയിൽ എന്ത് ചെയ്യണം? ജസ്റ്റ് അത് വരച്ചു തരികയാണ്. ഓക്കെ, ഒരു സർക്കിൾ നമ്മൾ വരച്ചു, സെന്റർ O എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം, എ ക്വസ്റ്റ്യനിലെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ ആംഗിൾ APB എത്രയാണെന്നാണ്. അപ്പൊ നമ്മൾ ആദ്യം നോക്കേണ്ടത് APB എവിടെയാണെന്നാണ്. എവിടെയാണ് APB വരുന്നത്? ഇവിടെയാണ് APB വരുന്നത്. അപ്പൊ നോക്ക്, നമുക്ക് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞു പറഞ്ഞാൽ 4 വെർട്ടിസസും 4 മൂലകളിലും സർക്കിളിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഇതിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്നാണ് പറയുക, ചക്രീയ ചതുർഭുജം എന്നാണ് പറയുക. അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് തമ്മിൽ കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ് കിട്ടുക നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ 110 ഡിഗ്രി ആണെങ്കിൽ ഇവിടെ എത്രയായിരിക്കും? 180ൽ നിന്ന് 110 ഡിഗ്രി കുറച്ചതായിരിക്കും. ദാറ്റ് ഈസ് 70 ഡിഗ്രി എന്നായിരിക്കും വരിക. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? ആംഗിൾ AOB എത്രയാണെന്നാണ്. ഓക്കെ, അപ്പൊ നിങ്ങളെ ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മാർക്ക് ഇടണണ്ട. എത്ര മാർക്ക് എനിക്ക് കിട്ടുന്ന കറക്റ്റ് ആയവർക്ക് ഒരു നല്ല സന്തോഷം ഉണ്ടാവും നമ്മളിത് പറയുമ്പോ.
ഇത് എനിക്ക് 70 ഡിഗ്രി തന്നെയാണ് കിട്ടിയത്, എനിക്ക് ഇത്ര തന്നെ ഇവിടെ 91 തന്നെയാണ് കിട്ടിയത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് ചെയ്തവർക്ക് നല്ല സന്തോഷം ഉണ്ടാവും. ചെയ്യാൻ കിട്ടാത്തവർ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് എന്റെ തെറ്റെന്താണെന്ന് മനസ്സിലാക്കി അടുത്ത പരീക്ഷയ്ക്കെങ്കിലും, അത് ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോയുടെ അവസാനം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പ്രശ്നം പരിഹരിക്കാൻ നിങ്ങൾ അവസാനം എന്താണ് ചെയ്യേണ്ടത് എന്ന് ഈ വീഡിയോയുടെ 3ാമത്തെ വീഡിയോയിൽ അവസാനം ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് പറഞ്ഞുതരും. ഓക്കെ, അപ്പോ ആംഗിൾ AOB. അപ്പൊ ആംഗിൾ AOB എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും വരിക? AOB പറഞ്ഞാൽ ഇവിടത്തെ ആംഗിൾ ആണ്. ഇവിടെ നമുക്ക് 70 ഡിഗ്രി ആണ് കിട്ടിയത്. സ്വാഭാവികമായും ആ 70 ഡിഗ്രി ഡബിൾ ആയിരിക്കും ഇവിടെ വരിക. അപ്പൊ 70 into 2 that is 140 ഡിഗ്രി. 140 ഡിഗ്രി മാത്രം എഴുതിയാലും മതി. ഓക്കെ, ഇതാണ് നമ്മുടെ 2ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ. ഇനി നമുക്ക് 3ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് 3ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചിരിക്കുന്നത്? തേർഡ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് നമുക്ക് കുറച്ച് മാർക്കുകൾ തന്നിട്ടുണ്ട്. എത്രയൊക്കെയാണ് മാർക്ക് തന്നിരിക്കുന്നത്? തേർഡ് ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ എഴുതുന്നുണ്ട്. 3ാമത്തെ ക്വസ്റ്റ്യൻ, the mark of 8 students in a maths test is given in ascending order. ascending order ലാണ് തന്നിട്ടുള്ളത് തന്നെ. നോക്ക്, നമുക്ക് സ്റ്റേറ്റ് സിലബസിന്റെ പ്രത്യേകത തന്നെ പഠിച്ച അതേപോലെ ചോദ്യം ചോദിക്കാനായിട്ട് ആവശ്യമില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പഠിച്ചത് എങ്ങനെയാണ്? കുറച്ച് നമ്പറുകൾ തരും, എന്നിട്ട് അതിനെ മീഡിയം കണ്ടുപിടിക്കാൻ പറയും, മീൻ കണ്ടുപിടിക്കാൻ പറയും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? അതിനെ അസെൻഡിങ് ഓർഡറിൽ എഴുതും. ചെറുത് വലുതിരിക്കോ അല്ലെങ്കിൽ വലുത് ഡിസെൻഡിങ് ഓർഡറിൽ ഏതെങ്കിലും ഒരു ഓർഡറിൽ എഴുതും. എന്നിട്ട് സെന്ററിൽ വരുന്ന നമ്പർ ഏതാന്ന് നോക്കും. സെന്ററിൽ 2 നമ്പർ ഉണ്ടെങ്കിൽ 2 കൂടി ആഡ് ചെയ്യും, ഡിവൈഡഡ് ബൈ 2 ചെയ്യും. ഇങ്ങനെയാണല്ലോ നമ്മൾ ചെയ്തു വന്നത്. പക്ഷേ എങ്കിൽ ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം നോക്കുക നിങ്ങൾ? ഇവിടെ തന്നിരിക്കുന്നത് തന്നെ 20, പിന്നെയും 20, പിന്നെ 24, 32, പിന്നെ എക്സ്, പിന്നെ 40, പിന്നെ 45, പിന്നെ 48. ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് if the median mark is 34. മീഡിയൻ നമുക്ക് തന്നിട്ടുണ്ട്. മീഡിയൻ മാർക്ക് 34 ആണെങ്കിൽ എക്സിന്റെ വാല്യൂ എത്രയായിരിക്കുന്നതാണ് ചോദ്യം. അപ്പൊ നമുക്ക് അറിയുന്ന കോൺസെപ്റ്റ് യൂസ് ചെയ്തുകൊണ്ട് ഈ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണമാണ്. അപ്പൊ സ്വാഭാവികമായി നമ്മൾ എങ്ങനെയാണ് മീഡിയൻ കണ്ടുപിടിക്കുക? ഇപ്പുറത്തുള്ള 2 ക്യാൻസൽ ചെയ്യും, ഇവിടത്തെ 2 ക്യാൻസൽ ചെയ്യും, വീണ്ടും ക്യാൻസൽ ചെയ്യും. നടുവിൽ 2 വന്നിട്ടുള്ളത്. ആരൊക്കെയാണ് വന്നിട്ടുള്ളത്? 32 വന്നു, എക്സും വന്നു. 32 എക്സും കൂടി കൂട്ടിയിട്ട്, എക്സ് പറഞ്ഞാൽ എക്സിന് വരെ നമ്പർ ആയിരിക്കും. 32 എക്സും കൂടി കൂട്ടിയതിന്റെ പകുതി ആയിരിക്കുമല്ലോ നമുക്ക് കിട്ടേണ്ട മീഡിയൻ വരുടെ ഉത്തരം. അപ്പൊ മീഡിയൻ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? മീഡിയൻ ഈക്വൽ ടു, മലയാളത്തിൽ എന്താ പറയാ നമ്മള്? മധ്യമം ഈക്വൽ ടു ഈ 2 കൂടി ആഡ് ചെയ്യാം, 32 പ്ലസ് എക്സ്, അതിന്റെ പകുതി പറയുമ്പോ ബൈ 2, അതാണ് 34. മീഡിയൻ 34 ആണെന്ന് ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട് അല്ലേ? അപ്പോ ഈ 2 നമ്മൾ അപ്പുറത്ത് കൊണ്ടുപോയി. അപ്പൊ എന്താ കിട്ടുക? 32 പ്ലസ് എക്സ് ഈക്വൽ ടു 34 into 2. 34 into 2 പറയുമ്പോൾ 68. Therefore x equal to, എക്സിന്റെ വാല്യൂ എത്രയായിരിക്കും? 68 മൈനസ് 32. ഈ 32നെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി നമ്മള്. ഓക്കെ, അപ്പൊ മൈനസ് ചെയ്ത് അത്ര നമുക്ക് കിട്ടുക? 8 2 പോയി കഴിഞ്ഞു പറഞ്ഞാൽ 6 കിട്ടും. 36. വേറൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഇങ്ങനെയൊന്നും ചെയ്യാണ്ട് തന്നെ എക്സ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ഐഡിയ പറഞ്ഞുതരാം. 32ന്റെയും ഏതോ ഒരു നമ്പറിന്റെയും ഇടയിലുള്ള നമ്പറാണ് 34. ഞാൻ ചിന്തിക്കും മക്കളെ, നോക്കി നമ്മള് ഇതൊക്കെ ചെയ്തത് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൽജിബ്രിക് ആയിട്ടുള്ള സ്റ്റെപ്പാണ് ഞാൻ ചെയ്തത്. ഇതൊന്നും ചെയ്യാതെ തന്നെ എക്സിന്റെ വില കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു ട്രിക്കാണ് ഞാൻ പറഞ്ഞത്. 32ന്റെ നമ്മൾ മിഡിൽ ടേം എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റ് പഠിച്ചിട്ടുണ്ടാവും, ജോമെട്രി ആൻഡ് ആൽജിബ്ര 9ാമത്തെ പാഠത്തിൽ. അവിടെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഈ സാധനം. 32ന്റെയും ഏതോ ഒരു നമ്പറിന്റെയും പകുതിയാണ് അത്ര 34. അപ്പൊ 32 ആലോചിക്കും, 34 ആലോചിക്കും, പിന്നെ അതിന്റെ അപ്പുറത്തുള്ള ഒരു നമ്പർ ആലോചിക്കും. 32ന്റെയും ഏതോ ഒരു നമ്പറിന്റെയും ഇടയിലുള്ള ആളാണ് 34. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആ നമ്പർ 36 ആണ്. അതാണ് നമ്മുടെ ആൻസർ. അപ്പൊ ഈ രൂപത്തിൽ കണ്ടുപിടിച്ചാൽ മതി. ഇതാണ് നമ്മുടെ ആദ്യത്തെ 3 ക്വസ്റ്റ്യൻ ആൻസർ. അപ്പൊ എല്ലാവരും കൈയോടെ ഈ സംഗതി പോസ് ചെയ്ത് വെച്ചുകൊണ്ട്, ഒരു ചോദ്യം കഴിഞ്ഞു പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങളുടെ സ്വാതന്ത്ര്യത്തിനനുസരിച്ചുകൊണ്ട് കാണാം. നിങ്ങൾ പറയുന്നതിന്റെ ഒപ്പം തന്നെ എഴുതാം, അതല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോസ് ചെയ്ത് വെച്ച് എഴുതാം. എന്ത് വേണമെങ്കിലും നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ഇനി 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഓക്കെ, 4ാമത്തെ ക്വസ്റ്റ്യനിൽ എന്താ പറയുന്നത് നമുക്ക് നോക്കാം. ദ മിഡ് പോയിന്റ്സ് ഓഫ് സൈഡ് ഓഫ് എ സ്ക്വയർ ആൻഡ് ജോയിൻ ടു ഫോം അനദർ സ്ക്വയർ. അതായത് ഒരു സ്ക്വയർ ഉണ്ട് മക്കളെ. 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു സ്ക്വയർ ഉണ്ട്. ആ സ്ക്വയറിലെ ഓരോ സൈഡിന്റെയും മിഡ് പോയിന്റുകൾ, മധ്യബിന്ദുക്കൾ യോജിപ്പിച്ചുകൊണ്ട് മറ്റൊരു സ്ക്വയർ എന്ത് ചെയ്തിട്ടുണ്ട്? അവിടെ വരച്ചിട്ടുണ്ട്. അത് കാണാൻ പറ്റും. ഓക്കെ, then if a dot is put in inside the large square ഉള്ളിൽ നമ്മളൊരു കണ്ണടച്ചൊരു കുത്തിട്ടാൽ
അത് നമ്മുടെ ഷെയ്ഡ് ചെയ്ത ഭാഗത്തിൽ, അതായത് ഇവിടെ അല്ലെ, ഈ ഒരു ഭാഗമൊക്കെയാണ് അവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ളത്. പുറത്തുള്ള ഭാഗം, ഈ ഉള്ളിലുള്ള സ്ക്വയറിന്റെ പുറത്തുള്ള ഭാഗം, ഈ സ്ക്വയറിനുള്ളിൽ ആവാനുള്ള പ്രോബബിലിറ്റി എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 2 മാർക്കിന്റെ ചോദ്യം ആയതുകൊണ്ട് തന്നെ സ്ട്രൈറ്റ് ആയിട്ട് ആൻസറിലേക്ക് പോകുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഉത്തരം ചെയ്താൽ മതി. അപ്പൊ ഇതെങ്ങനെയാണ് ആൻസർ ചെയ്യുക? പ്രോബബിലിറ്റി ഈക്വൽ ടു സാധ്യത സമം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ ഇങ്ങനെ പാർട്ടാക്കാം, ഇതിനെ ഇങ്ങനെ നമ്മൾ പാർട്ടാക്കി. അപ്പൊ ഇവിടെ എത്ര ഭാഗം ഉണ്ടായി നോക്ക് നിങ്ങൾ, ഒരേപോലത്തെ ഏരിയയുള്ള. അപ്പൊ നമുക്ക് ഈ ഉള്ളിലുള്ള സ്ഥലവും ഈ പുറത്തുള്ള സ്ഥലവും ഒരേ സ്ഥലമാണ്. അങ്ങനത്തെ എത്ര ട്രയാങ്കിൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് നോക്ക്. 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ എന്ന് പറയുന്നത് 8 ആണ്. ടോട്ടലാണ് താഴെ വരിക അല്ലെ. നമുക്ക് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് അതിൽ എത്ര എണ്ണം ഉണ്ട്? 1, 2, 3, 4 എണ്ണം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മുകളിൽ നമുക്ക് 4 എണ്ണം ഉണ്ട് അല്ലെ. നമുക്ക് ആവശ്യമുള്ളത് ബൈ ആകെ, അങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുക. നമ്പർ ഓഫ് ഫേവറബിൾ നമുക്ക് ആവശ്യമുള്ളത് ബൈ ടോട്ടൽ നമ്പർ എന്നാണ് വരിക. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. ഇത്ര എഴുതിയാൽ 2 മാർക്ക് നമുക്ക് കിട്ടുന്നതാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യൻ. ഇനി നമ്മൾ 5 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് കടക്കുകയാണ്. 3 മാർക്കിന്റെ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടച്ചാണ്. 5th ക്വസ്റ്റ്യൻ, 5ാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ പോവാണ്. 5ാമത്തെ ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, the algebraic expression of arithmetic sequence is 3n minus 2. അപ്പൊ xn ആണ് നമുക്ക് തന്നിരിക്കുന്നത്, 3n minus 2. ആൽജിബ്രിക് ഫോം, അതായത് ബീജഗണിത രൂപം നമുക്ക് തന്നിട്ടുണ്ട്. എ ക്വസ്റ്റ്യൻ എന്താണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം. എ ക്വസ്റ്റ്യനില് ഫൈൻഡ് ദ ഫസ്റ്റ് ടേം ഓഫ് ദ സീക്വൻസ്. എങ്ങനെയാ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക? ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുന്നത് എന്നിന് പകരം 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പോ 3 × 1 - 2. മക്കളെ നോക്ക്, നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് നന്നായി അറിയണവരായിരിക്കും. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഫസ്റ്റ് 3 നിങ്ങൾ എഴുതി വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ 2 എഴുതി വെച്ചിട്ടുണ്ടാവും. അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വലിയ മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ മനസ്സിലാക്കുക, അറിയണ കാര്യത്തിന്റെ മാർക്ക് ദയവേത് നിങ്ങൾ കളയരുത്. കോൺഫിഡന്റ് ആയിട്ട് പരീക്ഷ എഴുതണം. ഓക്കെ, അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 1 3 - 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 1 ആണ് ഇവിടുത്തെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത്. ഓക്കെ, ബി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത് നോക്കാം. ഫൈൻഡ് ദ സം ഓഫ് 50 ടൈംസ്. അത് ഞാൻ അപ്പുറത്ത് ചെയ്യാം കേട്ടോ. ബി ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സം ഓഫ് 50 ടൈംസ്. അപ്പൊ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? S50. S എന്നതിന്റെ ഇക്വേഷൻ എന്താ? സം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, തുക കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? n/2 × 2f + n - 1 × d എന്നാണ്. അപ്പോ നമുക്ക് 50 ടേമിന്റെ സം ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അതുകൊണ്ട് n-ന് പകരം നമ്മൾ 50 ഇട്ട് കൊടുക്കുന്നു. 50/2 × 2f. എഫിന്റെ വാല്യൂ ഇതാണ്. f ഫസ്റ്റ് ടേം ആണ് നമ്മുടെ f അല്ലെ. അപ്പോ 2 × 1 + n - 1. n പറഞ്ഞാൽ 50 ആണല്ലോ. അപ്പൊ 49 × d. കോമൺ ഡിഫറൻസ് എത്രയാണ് ഇവിടുത്തെ കോമൺ ഡിഫറൻസ്? ഒരു അരിത്മെറ്റിക് സീക്വൻസിന്റെ ആൽജിബ്രിക് ഫോം നമുക്ക് തന്നു കഴിഞ്ഞാൽ അതിൽ n-ന്റെ മുമ്പിലുള്ള വിലയാണ് നമ്മുടെ ആൽജിബ്രിക് ഫോം എന്ന് പറയുന്നത്, സോറി അതിന്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ 3. ഓക്കെ, ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. കോമൺ ഡിഫറൻസ് പറയുന്നത് നമുക്ക് വേറെ കണ്ടുപിടിക്കാനൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. n-ന് മുമ്പിലുള്ള വില എന്ത് ചെയ്താൽ മതി. ഇനി ഇത് കൃത്യമായി ചെയ്യണം. പലരും ഇങ്ങനെയൊക്കെ കറക്റ്റായി എഴുതും, എന്നിട്ട് ഇതിന് ശേഷമുള്ള സാധനം തെറ്റിക്കും. അപ്പൊ നമുക്ക് തുടക്കത്തിൽ തുടങ്ങിയതിനുള്ള മാർക്കേ കിട്ടുള്ളൂ. അവസാനിപ്പിക്കാനുള്ള ഫുൾ മാർക്ക് നമുക്ക് എന്ത് ചെയ്യില്ല, കിട്ടില്ല. ഓക്കെ, അപ്പൊ ഈക്വൽ ടു 25 × 2 × 1 2 + 49 × 3 എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ 49 × 3 പറയുമ്പോൾ 40 × 3 എന്ന് പറയുമ്പോൾ 120 ആയി. പിന്നെ 9 × 3 പറയുമ്പോൾ 27. അപ്പൊ 147. നിങ്ങൾക്ക് ഈ രീതിയിൽ ഇൻഡു ചെയ്യാൻ പറ്റില്ലെങ്കിൽ നോർമൽ ആയിട്ട് നിങ്ങൾ ഇൻഡു ചെയ്യണ മാതിരി ഇൻഡു ചെയ്താൽ മതി കേട്ടോ. അപ്പൊ 25 × 149. അപ്പൊ നമുക്ക് നോക്കാം. 149 × 25. ഈ കാൽക്കുലേഷൻ ചെയ്യുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് മാത്സ് പരീക്ഷയിൽ എന്ത് ചെയ്യുന്നറിയോ, ഒരു അഡീഷൻ ഷീറ്റ് ടീച്ചറിന്റെ അടുത്ത് എക്സ്ട്രാ വാങ്ങിച്ചു വെക്കാം. മെയിൻ ഷീറ്റ് തരുമ്പോ തന്നെ അവർ തരില്ലെന്നും പറയില്ല, ഒരു അഡീഷൻ ഷീറ്റ് വാങ്ങിച്ചു വെക്കുക. ആ അഡീഷൻ ഷീറ്റിൽ ഹെഡിങ് കൊടുക്കുക കാൽക്കുലേഷൻ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ പേപ്പറിൽ കറവറാന്ന് അവിടെ ഇവിടെയും ചെയ്യാതെ ആൻസർ ഷീറ്റിൽ ഓരോ ആൻസറിന്റെ സൈഡിൽ ഏതാണ് ആൻസർ എന്ന് മനസ്സിലാകാത്ത രൂപത്തിൽ കാൽക്കുലേഷൻ ചെയ്യാതെ നമുക്ക് ആ പേപ്പറിൽ എന്ത് ചെയ്യുക, സൗകര്യത്തിൽ നമ്മുടെ സൗകര്യത്തിൽ എന്ത് ചെയ്യാം, നമുക്കത് ആൻസർ ചെയ്യാം. അത് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേഷൻസ് ചെയ്യാം. എന്നിട്ട് അത് അവസാനം എന്ത് ചെയ്യണം, ആ പേപ്പർ നമ്മുടെ ആൻസർ ഷീറ്റിന്റെ അഡീഷൻ ഷീറ്റിന്റെ ഏറ്റവും അവസാനം വെച്ച് കെട്ടിക്കൊടുക്കുക കൂടി ചെയ്യണം. അപ്പൊ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, കൂട്ടത്തിൽ ഒരു കാര്യം വന്നപ്പോൾ പറഞ്ഞു മാത്രം.
അപ്പോ 9 into 5 45 ആണ്. 5 4 20 24 7 2 into 9 80 2 into 4 8 plus 1 9 3725. ഇതാണ് നമ്മുടെ ആൻസർ. അപ്പോ നമ്മുടെ 50 ടേമിന്റെ ഈ സീക്വൻസിന് സമയം. അപ്പൊ ഇത് ചെയ്യുന്നതിന് 1 മാർക്കും ഇത് ചെയ്യുന്നതിന് 2 മാർക്കുമാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇനി 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. 5ാമത്തെ ക്വസ്റ്റ്യനിൽ മനസ്സിലായല്ലോ. 6ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് നമ്മുടെ 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 6ാമത്തെ ക്വസ്റ്റ്യനില് നമുക്കറിയാം കൺസ്ട്രക്ഷൻ ആണ്, വരയ്ക്കാനുള്ള ചിത്രമാണ്. റഫായിട്ട് ഞാൻ വരയ്ക്കാം, എല്ലാവരും വളരെ കൃത്യമായി തന്നെ നോട്ട്ബുക്കിൽ അളവിൽ തന്നെ വരയ്ക്കണം. പലരും നോക്കുമ്പോൾ നമുക്ക് എല്ലാം കിട്ടും, പക്ഷേ അത് ഫലവത്താക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മോഡൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഷീറ്റിൽ തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ വരുത്താൻ സാധ്യതയുള്ള തെറ്റെന്ന് പറയുന്നത്, ഇതിൽ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് സർക്കും റേഡിയസ് 3 സെന്റിമീറ്റർ. സർക്കും റേഡിയസ് എന്ന് പറഞ്ഞാൽ സർക്കും സർക്കിൾ ആണ്, സർക്കിൾ പുറത്താണുള്ളത്. ഓക്കെ, ടാൻജന്റിന്റെ ചിത്രമാണെങ്കിൽ 180 മൈനസ് ചെയ്തിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ അത് സർക്കിൾ ഉള്ളിലും പിന്നെ ട്രയാങ്കിളിന്റെ സൈഡ്സ് പുറത്തുമാണ് വരിക. ഓക്കെ, അപ്പൊ സർക്കും സർക്കിൾ എന്നുള്ളതുകൊണ്ട് ഇത് സർക്കിളിലെ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് തന്നെ ഇതിന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളാണ് വയ്ക്കേണ്ടത്. അപ്പൊ ഇതിലാകെ ഒരു വ്യത്യാസം, നമ്മൾ നേരത്തെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്ത ക്വസ്റ്റ്യനുകളിൽ നിന്നും ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ 62.5 ഡിഗ്രി എന്ന് വന്നിട്ടുണ്ട്. ഇതൊക്കെ 2017, 18 കാലയളവുകൾക്ക് സ്ഥിരം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോ നമുക്കറിയാം SSLCയുടെ പാറ്റേൺ ആ ഒരു കാലയളവിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായി എല്ലാ വിഷയങ്ങളുടെയും ചോദ്യപേപ്പർ ആ കാലയളവിൽ നിങ്ങൾ എടുത്ത് ചെയ്തു നോക്കിയാലാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് 55 ഡിഗ്രിയാണ് ഒന്ന് വരയ്ക്കേണ്ടത്, മറ്റൊന്ന് വരയ്ക്കേണ്ടത് 62.5 ഡിഗ്രിയാണ്. അപ്പൊ ഇത് വരയ്ക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഇതിന്റെ രണ്ടിന്റെയും ഡബിൾ എടുക്കണം അല്ലെ. നമ്മൾ ആദ്യം ഇതിനെ ഒരു റേഡിയസ് വരയ്ക്കുന്നു, എന്നിട്ട് റേഡിയസിൽ നിന്ന് നമ്മൾ എത്ര ഡിഗ്രി എടുക്കണം, ഇതിന് ഡബിൾ ആയി 110 ഡിഗ്രി. അപ്പൊ 55 ഡിഗ്രിയുടെ ഡബിൾ 110 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിർത്തി വരയ്ക്കുമ്പോൾ ഏകദേശം ഇങ്ങനെ വരുന്നത് 110 ഡിഗ്രി വരയ്ക്കുന്നു നമ്മള്. ശേഷം നമ്മൾ 62.5 ഡിഗ്രിയുടെ ഡബിൾ അല്ലെ, 60 ഡബിൾ 120, 2.5 ഡബിൾ 5, അപ്പൊ 125 ഡിഗ്രിയാണ് വരിക. അപ്പൊ ആരെയൊന്നും നമ്മൾ വരയ്ക്കുമ്പോൾ വരില്ല. ഓക്കെ, അപ്പൊ ഡബിൾ ആകുമ്പോൾ ആരെയൊക്കെ പോയിക്കോളും. 125 ഡിഗ്രി ഈ ലൈനിലോ അല്ലെങ്കിൽ ഈ ലൈനിലോ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 125 ഡിഗ്രി എടുക്കുന്നു, ബാക്കി ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഇനി നമ്മൾ അളന്ന് നോക്കേണ്ട ആവശ്യമില്ല, ഇത് രണ്ടും കൃത്യമായി എടുക്കുക. ശേഷം എന്ത് ചെയ്യുക, ഇതിനെ ഇങ്ങനെ യോജിപ്പിക്കുക. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ 125 ഡിഗ്രിയുടെ പകുതി 62.5 ഡിഗ്രി ഇവിടെ വന്നോളൂ, 110ന്റെ പകുതി 55 ഡിഗ്രി ഇവിടെയും വന്നോളൂ. ഈ രൂപത്തിലാണ് 6ാമത്തെ ക്വസ്റ്റ്യൻ ചിത്രം വരയ്ക്കേണ്ടത്. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 8. 8ാമത്തെ ചോദ്യം എന്താണ്, ഒരു പാരലലോഗ്രാം അവിടെ തന്നിട്ടുണ്ട്, ഒരു സാമാന്തരികം അവിടെ തന്നിട്ടുണ്ട്. A parallelogram is drawn with length of adjacent side 10 cm and 6 cm and the angle between them is 60 degree. നമുക്ക് നിങ്ങൾ ഇങ്ങനെ തന്നിട്ടുണ്ട്, റഫായിട്ട് വരച്ചു വയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ ചിത്രത്തിൽ തന്നെ ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യാം. ചിത്രം വരയ്ക്കണമെന്നൊന്നും ഇതിൽ വലിയ പ്രാധാന്യമില്ല. ഇവിടെ 60 ഡിഗ്രി തന്നിട്ടുണ്ട്, ഇവിടെ 10 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്, ഇവിടെ 6 സെന്റിമീറ്റർ ആണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്, എ ക്വസ്റ്റ്യനിൽ എന്താ കണ്ടുപിടിക്കേണ്ടത് നോക്ക്. എന്തിനാണ് നമുക്ക് എ ക്വസ്റ്റ്യനും ബി ക്വസ്റ്റ്യൻ ഒക്കെ? എ ക്വസ്റ്റ്യൻ കണ്ടുപിടിച്ചത് വെച്ചിട്ട് കണ്ടിന്യൂഷൻ ആയിരിക്കും ബി ക്വസ്റ്റ്യൻ. നമ്മളെ എങ്ങനെ സഞ്ചരിക്കണം, നമ്മൾ എങ്ങനെ ചിന്തിക്കണം എന്ന മാർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് സത്യത്തിൽ തരുന്നതാണ് സബ് ക്വസ്റ്റ്യൻ. ടെക്സ്റ്റ് ബുക്കിലെ ചോദ്യങ്ങളിൽ എത്ര ചോദ്യങ്ങൾ സബ് ക്വസ്റ്റ്യൻ ഉണ്ടെന്ന് നിങ്ങൾ നോക്കി. ഡയറക്റ്റ് ആയ ക്വസ്റ്റ്യൻ ആയിരിക്കും അത്. ഡയറക്റ്റ് ആയ ക്വസ്റ്റ്യൻ ആകുമ്പോൾ എല്ലാം നമ്മൾ ചിന്തിക്കണം. ആദ്യം എന്ത് ചെയ്യണം നമുക്ക് അറിയാതിരിക്കും പലരും. അതുകൊണ്ട് തന്നെ എക്സാമിന് വരുമ്പോൾ നിങ്ങൾക്ക് ആ ബുദ്ധിമുട്ട് ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് എളുപ്പമാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് പറയുന്നത്, സബ് ക്വസ്റ്റ്യൻ. അപ്പൊ എ സബ് ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് ബി ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരിക്കലും കഴിയില്ല, പ്രത്യേകിച്ച് മാത്സിൽ. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടോപ്പ് ആൻഡ് ബോട്ടം. ടോപ്പ് ആൻഡ് ബോട്ടം അല്ലെ, ഈ രണ്ട് സൈഡുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് അതിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണം എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ 60 ഡിഗ്രി നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി എന്നുള്ള റേഷ്യോ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന സാധനമാണ്. അപ്പൊ 30 ഡിഗ്രി ഈസ് ടു 60 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി. ഇവിടെ എവിടെയാണ് 30 ഡിഗ്രി? ഇവിടെയാണ് 30 ഡിഗ്രി വരിക. എവിടെയാണ് 90 ഡിഗ്രി? ഇവിടെയാണ് 90 ഡിഗ്രി വരിക. അപ്പൊ ഏത് സൈഡാണ് നമ്മുടെ കയ്യിലുള്ളത്? ഈ 10 എന്നുള്ളത് ഈ ട്രയാങ്കിളിലെ ഏതെങ്കിലും ഒരു സൈഡാണോ? അല്ല,
എന്നാൽ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആണ് 6 ഉള്ളത്. അപ്പൊ നമ്മുടെ റേഷ്യോ 1:√3:2 എന്നാണ്. 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ആരാണ് വരുന്നത്? 2ന് പകരം 6 ആണ് വരുന്നത്. അപ്പൊ എത്രയാണോ 90 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ളത് അതിന്റെ പകുതി ആയിരിക്കും 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ളത്, 3. എത്രയാണോ 30 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ളത് അതിനോടൊപ്പം √3 ഇൻഡു ചെയ്താൽ ദാറ്റ് ഈസ് 3√3. ഇതാണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഹൈറ്റ് ആണ് ആവശ്യം, 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള. അപ്പൊ 60 ഡിഗ്രിയുടെ ഓപ്പോസിറ്റ് ഉള്ള ആൾ എത്രയാണ് നോക്കുന്നത്? നിങ്ങൾ 3√3 ആണ് വരുന്നത്. therefore height equal to ഉയരം equal to 3√3 എന്ന് വരും. ബി ക്വസ്റ്റ്യൻ നോക്ക് എന്താണ് നോക്ക്, നമുക്ക് ആ റേഷ്യോ കറക്റ്റ് ആയിട്ട് ഇതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നോക്ക്. ഇവിടെ സൈനോ കോസോ ടൈനോ തന്നിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും തരില്ല. 30യോ 60യോ 90യോ 45 ഡിഗ്രി എന്നുള്ള ഡിഗ്രിക്ക് ഒരിക്കലും നിങ്ങൾക്ക് തരില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ റേഷ്യോ വെച്ചിട്ട് എന്താ ചെയ്യണം എന്നാണ് അതിന്റെ നിർബന്ധം. ബി ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ട് നോക്കാം. കാൽക്കുലേറ്റ് ഏരിയ ഓഫ് പാരലോഗ്രാം. ഈ പാരലോഗ്രാമിന്റെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ ഓഫ് പാരലോഗ്രാം പരപ്പളവ് സമം ബി ഇൻറ്റു എച്ച്. ആരാണ് ബി? ഈ താഴെയുള്ള സൈഡാണ് ബി അല്ലെ. എച്ച് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൈറ്റ് ആണ്, ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചതാണ്. അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 10 ഇൻറ്റു 3√3 ദാറ്റ് ഈസ് ഈക്വൽ ടു 30√3 സെന്റിമീറ്റർ സ്ക്വയർ. ഏത് ഏരിയ കണ്ടുപിടിച്ചാൽ സെന്റിമീറ്റർ സ്ക്വയർ എഴുതാം. മലയാളത്തിൽ ചതുരശ്ര സെന്റിമീറ്റർ എന്ന് എഴുതാം, അല്ലെങ്കിൽ സെന്റിമീറ്റർ സ്ക്വയർ എന്ന് എഴുതിയാൽ മതി. മീറ്ററിലാണ് അളവുകൾ തന്നിരിക്കണമെങ്കിൽ നമ്മൾ മീറ്റർ സ്ക്വയർ എഴുതണം. ആ രൂപത്തിൽ എല്ലാവരും ശ്രദ്ധിക്കണം. അപ്പൊ 8ാമത്തെ ക്വസ്റ്റ്യനിൽ ഇത്രയേ ഉള്ളൂ. 3 മാർക്ക് നമുക്ക് വീണ്ടും ലഭിച്ചിരിക്കുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എന്താ നമുക്ക് നോക്കാം. 9th ക്വസ്റ്റ്യനിലേക്ക് പോവാം. റെഡി അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് 7th ക്വസ്റ്റ്യൻ എന്താ നോക്കാം. 7th ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് 7th ക്വസ്റ്റ്യൻ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ക്വസ്റ്റ്യൻ ആണ്. സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കുറെ പേർക്ക് പ്രശ്നമുള്ളതാണ്, വളരെയധികം ടെൻഷൻ ഉള്ളതാണ്. അധികം പഠിക്കാനൊന്നും ഇല്ലെങ്കിൽ, പക്ഷെ എങ്കിലും വന്നിരിക്കുന്ന സംഭവത്തിൽ കറക്റ്റ് ഇക്വേഷൻ ആക്കി എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിന് മൊത്തം തെറ്റും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യാം. ഇവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണ്? വൺ സൈഡ് ഓഫ് റെക്ടാംഗിൾ ഇസ് 12 സെന്റിമീറ്റർ. ഒരു റെക്ടാംഗിൾ ഒരു സൈഡ് 12 സെന്റിമീറ്റർ ലോങ്ങർ ദാൻ ദ അതർ സൈഡ്. മറ്റൊരു വശത്തേക്കാൾ 12 സെന്റിമീറ്റർ കൂടുതലാണ്. അപ്പൊ ഒരു സൈഡ് സ്വാഭാവികമായി നോക്കുക. എ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഒരു സൈഡിന് നിങ്ങൾ എക്സ് ആയിട്ട് എടുക്കുക, എന്നിട്ട് അതിന്റെ ഏരിയ ഈക്വൽ ടു ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. അപ്പോ ലെങ്ത് കുറഞ്ഞത് ഇൻറ്റു ലെങ്ത് കൂടിയത്, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് 12 സെന്റിമീറ്റർ കൂടുതലാണെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 12 ഈക്വൽ ടു എത്രയെന്നാ പറഞ്ഞിരിക്കുന്നത്? ഏരിയ 864. ഒരിക്കൽ കൂടി പറയാം, നമ്മുടെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് നമ്മുടെ എന്ത് പറയുന്നത്? ഏരിയ എന്ന് പറയുന്നത്. ഇവിടത്തെ ചെറിയ സൈഡിന് നമ്മൾ എക്സ് എന്നും വലിയ സൈഡിനെ എക്സിനേക്കാൾ 12 കൂടുതൽ എന്നും എടുത്തു. അപ്പൊ എൽ ഇൻറ്റു ബി അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 12 എന്ന് പറയുന്നത്. അപ്പൊ ഏരിയ എത്ര ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്? 864. അപ്പൊ നമുക്ക് ഇതിന്റെ സെക്കൻഡ് ഇക്വേഷൻ കൂടി ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. എക്സിന് ഉള്ളിൽ ഇൻറ്റു ചെയ്തു. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 12 ഈക്വൽ ടു 864. ഇപ്പൊ നമ്മൾ സെക്കൻഡ് ഇക്വേഷൻ ഉണ്ടാക്കി കഴിഞ്ഞു. ഇപ്പൊ നമുക്ക് എക്സ് സ്ക്വയറിന് മുമ്പിലുള്ള വാല്യൂ 1 ആണ്, എക്സിന് മുമ്പിലുള്ള വാല്യൂ ഈവൺ നമ്പറോട് കംപ്ലീറ്റിംഗ് സ്ക്വയർ വേഗത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ബി ക്വസ്റ്റ്യനിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കണം എന്നുള്ളതാണ്. ബി ക്വസ്റ്റ്യനിൽ നമുക്ക് എന്താ പറയുന്നത്? കാൽക്കുലേറ്റ് ദ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് റെക്ടാംഗിൾ. റെക്ടാംഗിളിന്റെ വശങ്ങളുടെ നീളം, ചതുരത്തിന്റെ വശങ്ങളുടെ നീളം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എക്സ് സ്ക്വയർ പ്ലസ് 12x എന്ന് ഇവിടെ ഉള്ളത് ആദ്യം എഴുതി, പ്ലസ് ഇതിന്റെ പകുതിയുടെ സ്ക്വയർ, 12ന്റെ പകുതി പറയുമ്പോൾ 6 അല്ലെ, 6ന്റെ സ്ക്വയർ ഈക്വൽ ടു 864 പ്ലസ് 6ന്റെ സ്ക്വയർ പറയുമ്പോൾ എത്ര വരിക? 36. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ ചുരുക്കി എഴുതാം? എക്സ് എഴുതുന്നു, പ്ലസ് എഴുതുന്നു, 6ന്റെ സ്ക്വയർ ആണ് ഇവിടെ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 6 എഴുതുന്നു, ഹോൾ സ്ക്വയർ. ഈ സംഭവം a പ്ലസ് ബി ഹോൾ സ്ക്വയർ വെച്ച് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇത് കിട്ടിക്കോളും. 12 എന്താ എടുത്തില്ല എന്ന് ആലോചിക്കണ്ട. ഈ 12ന്റെ പകുതിയും ഇത് 6ന്റെ സ്ക്വയർ ആണ്. ഇത് രണ്ടും കൂടി നോക്കിയിട്ടാണ് ഈ 6 എടുക്കുന്നത്. ഓക്കെ, അപ്പൊ വിദ്യാർത്ഥികൾക്ക് മനസ്സിലായിട്ടാന്ന് വിചാരിക്കും. ഈക്വൽ ടു 6 4 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 864 36 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 900 എന്നാണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എങ്ങനെ ആൻസറിലേക്ക് എത്തിച്ചേരാൻ പറ്റുക? എക്സ് പ്ലസ് 6 ഈക്വൽ ടു സ്ക്വയറിന് ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുവന്നു √900 ഈക്വൽ ടു, ശരിക്കും പ്ലസ് ഓർ മൈനസ് എഴുതണം, പക്ഷെ ഇവിടെ ലെങ്ത് ആയതുകൊണ്ട് മൈനസ് വരില്ല, പ്ലസ് മാത്രം എഴുതിയാൽ മതി. 30 അല്ലെ, 33ന്റെ സ്ക്വയർ ആണ് 9. അപ്പൊ 900 എന്ന് പറഞ്ഞിട്ട് 30ന്റെ സ്ക്വയർ ആണ്. therefore x equal to x plus 6 ആണ് 30. അപ്പൊ x equal to എത്രയായിരിക്കും? 30 minus 6 equal to 24. ഓക്കെ, അപ്പൊ x പറഞ്ഞാൽ ആരാണ് ഇവിടെ ബ്രെഡ്ത്ത് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്? therefore breadth equal to എത്രയാണ്? 24. ലെങ്ത് ഈക്വൽ ടു ഈ 24നേക്കാൾ 12 കൂടുതലാണ്, ദാറ്റ് ഈസ് 36 സെന്റിമീറ്റർ. ഇങ്ങനെ എഴുതാം ലാസ്റ്റ്. ഓക്കെ, ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ.
അപ്പൊ ക്ലിയർ ആയിട്ട് നമുക്ക് ചോദ്യം മനസ്സിലായാൽ മാത്രമേ ഉത്തരത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ചോദ്യങ്ങളെ ധാരാളമായി നമ്മൾ ഒറ്റയ്ക്ക് പരിശീലിച്ച് നോക്കണം എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായില്ലെങ്കിൽ ഒരിക്കൽ കൂടി അതേ സംഭവം തന്നെ ഒന്ന് റിപ്പീറ്റ് ആയി കണ്ട ശേഷം അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായിട്ട് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാൽ മതി. ആ രൂപത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ മുഴുവൻ ഫോളോ ചെയ്യണം. ഓക്കെ, നിങ്ങൾക്ക് സമയം കൂടുതലാവുണ്ടാവും, ബോറാവുണ്ടാവും എന്ന് എനിക്കറിയാം. പക്ഷേ നമുക്ക് മാത്സ് എന്ത് ചെയ്യണം, പഠിക്കണം. മാത്സ് നമുക്ക് നല്ല മാർക്ക് നേടണം. നമ്മുടെ എ പ്ലസുകളിൽ പ്രധാനപ്പെട്ട ഒരു എ പ്ലസ് ആണ്. എല്ലാ എ പ്ലസും പ്രധാനപ്പെട്ടതാണെങ്കിലും മാത്സിൽ എ പ്ലസ് കിട്ടുക എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള കഴിവിനെ കൃത്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയണം. മാത്രമല്ല, നമുക്ക് ബി പ്ലസിൽ കുറഞ്ഞൊരു, ഞാൻ കുറച്ച് ലോ ഉള്ള ആളുകൾക്ക് വേണ്ടി പറയാണ്, ബി പ്ലസിൽ കുറഞ്ഞൊരു ഗ്രേഡ് ഉണ്ടെങ്കിൽ ഒരു അഡ്മിഷൻ പ്രതീക്ഷിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് നമ്മുടെ മൊത്തത്തിൽ അഡ്മിഷനിലുള്ളത്, പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധയുണ്ടാവണം. ഏറ്റവും മികച്ച മാർക്ക് നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ വിഷയങ്ങളും നേടാൻ പറ്റണം, പ്രത്യേകിച്ച് മാത്സ്. അതുകൊണ്ട് തന്നെ കോൺഫിഡൻസ് ആയിട്ട് പഠിക്കണം. നിങ്ങളുടെ ആത്മവിശ്വാസം കൈവിടാൻ പാടില്ല. ദെൻ നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകും. Question number 10. പത്താമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ഒറിജിൻ. ഒരു സർക്കിളിന്റെ സെന്റർ ഒറിജിൻ ആണ്. സെന്ററിന് നമ്മൾ കൊടുക്കുന്ന പേരുണ്ട്. എന്താണ് സെന്ററിന് കൊടുക്കുന്ന പേര്? HK എന്നാണ് സെന്ററിന് കൊടുക്കുന്ന പേര്. 0 0 ഒറിജിൻ ആണ്. ഓക്കെ, അത് തന്നിട്ടുണ്ട്. അപ്പൊ മാത്സിൽ നമ്മൾ എല്ലാവരുടെയും എന്ത് ചെയ്യണം, ചോദ്യം എഴുതുമ്പോൾ, ചോദ്യം വായിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ ഇതേപോലെ എഴുതി വെക്കണം. അല്ലാതെ നമ്മൾ അതിന്റെ ഫൈനൽ ആൻസർ മാത്രം എഴുതുക. ചിലരുടെ പേപ്പർ നോക്കുമ്പോൾ 7ാമത്തെ ചോദ്യം ഇത്ര ഉത്തരം, 8ാമത്തെ ഇത്ര, 2 പേജിൽ എല്ലാം കഴിയും. അങ്ങനെ എല്ലാ മാത്സ് പരീക്ഷ എഴുതണം. തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതി വിശദമായി തന്നെ എഴുതണം. ദെൻ പിന്നെയോ, ആൻഡ് പാസസ് ത്രൂ ദ പോയിന്റ് 4 3. അപ്പൊ നമുക്കൊരു സർക്കിൾ ഉണ്ട്. ചിത്രം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരയ്ക്കുകയാണ്. സെന്റർ 0 0 ആണ്. പാസസ് ത്രൂ ദ പോയിന്റ്, ഒരു പോയിന്റ് ഉണ്ട്, അത് 4 3 ആണ്. ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചിത്രമാണ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. ഓക്കെ, എ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ റേഡിയസ്? അപ്പൊ ഇങ്ങനെ ഒരു ചിത്രം വന്നു കഴിഞ്ഞാൽ റേഡിയസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സെന്ററും ഈ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ 0 0 എന്ന പോയിന്റും 4 3 എന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പൊ ഇയാളെ നമ്മൾ x1 y1, ഇയാളെ x2 y2 നമുക്ക് പേര് കൊടുത്തിട്ട് എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് ഈക്വൽ ടു, അല്ലെങ്കിൽ റേഡിയസ് ആണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ റേഡിയസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x2 മൈനസ് x1. എന്താണ് നമ്മുടെ ഇക്വേഷൻ? ആദ്യം എഴുതുക. x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇവിടെ 0 ആയതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ മുഴുവൻ എഴുതണമെന്നില്ല. എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് എഴുതിയാലും മതി. ഓക്കെ, അപ്പൊ ഈക്വൽ ടു റൂട്ട് ഓഫ് 4 മൈനസ് 0 ഡയറക്റ്റ് ആയി ചെയ്യണം. 4 മൈനസ് 0 പറഞ്ഞാൽ 4 സ്ക്വയർ പ്ലസ് 3 മൈനസ് 0 3 സ്ക്വയർ. റൂട്ട് ഓഫ് 16 പ്ലസ് 9 റൂട്ട് 25 ദാറ്റ് ഈസ് ഈക്വൽ ടു 5 സെന്റിമീറ്റർ. 5 ആണ് നമ്മുടെ റേഡിയസ്. സി ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ സി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, റൈറ്റ് ദ കോർഡിനേറ്റ്സ് ഓഫ് പോയിന്റ്സ് വേർ ദ സർക്കിൾ കട്ട് ഇൻ y ആക്സിസ്. നമ്മുടെ സർക്കിൾ y ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കുക. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതുക? x മൈനസ് h ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് k ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക, അല്ലേ? ഇവിടെ h ഉം k യും 0 ആണ്, 0 0 ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ വരിക? x സ്ക്വയർ. അങ്ങനെ x സ്ക്വയർ വന്നത് x മൈനസ് 0 ആണോ h ന്, അല്ലേ? അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ എങ്ങനെ എഴുതോ? x മൈനസ് 0 ഹോൾ സ്ക്വയർ. അപ്പൊ x സ്ക്വയർ അടുത്ത സ്റ്റെപ്പിൽ ആയിക്കോളും. പ്ലസ് y സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ എന്ന് വന്നു. ഇവിടെ നമ്മുടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, y ആക്സിസിനെ കട്ട് ചെയ്ത് പോണ പോയിന്റ് ഏതാണ് എന്നാണ്. y ആക്സിസിനെ കട്ട് ചെയ്ത് പോണ പോയിന്റ് പ്രത്യേകത എന്ന് പറയുന്നത്, y ആക്സിസിലുള്ള ഒരു പോയിന്റ് പ്രത്യേകത അത് 0 സംതിങ് എങ്ങനെ ആയിരിക്കും, അല്ലെ? എക്സിന്റെ വില 0 ആയിരിക്കും. y ആക്സിസിൽ x കോർഡിനേറ്റിന്റെ വില 0 ആയിരിക്കും. അപ്പൊ ഇയാളുടെ വില 0 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടുക? y സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ. എത്രയാണ് നമ്മുടെ റേഡിയസ്? 5 സ്ക്വയർ. അപ്പൊ therefore y equal to root 25. 5 സ്ക്വയർ പറഞ്ഞാൽ 25 അല്ലേ? root 25 പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 5 എന്നാണ് വരിക. therefore the points are ഇത് y ആക്സിസിനെ കട്ട് ചെയ്ത് പോണ പോയിന്റ് പറയുന്നത്. ഏതൊക്കെയാണ് പോയിന്റ്? 0 5 ആവാം, -5 ആവാം. അപ്പൊ 0 5 and
0 - 5. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അവിടെ എഴുതേണ്ടത്. ഇതോടുകൂടി നമ്മുടെ 3 മാർക്കിന്റെ സെഷൻ അവസാനിക്കുകയാണ്. കൃത്യമായി നമുക്ക് നിങ്ങൾ ഇത്ര നേരം കണ്ടപ്പോൾ സമയം മനസ്സിലായിട്ടുണ്ടാവും. എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇത്ര സമയം നമുക്ക് ഒരിക്കലും പരീക്ഷയ്ക്ക് എഴുതാൻ ആവശ്യം വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ലെങ്തി ആവുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം നമുക്ക് പറയേണ്ട വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി വിബ്ജ്യൂർ അക്കാദമിയുടെ ഒരു സേവനം എന്ന നിലയ്ക്കാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ആയതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും ഇതിനോട് സഹകരിക്കണം. നല്ല രീതിയിൽ തന്നെ ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ പഠിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് മാത്രം ചെയ്തു പഠിക്കണം എന്നല്ല, ഇനിയും അധികം ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു പഠിക്കണം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ ചെയ്യുക എന്ന് ചെയ്യുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായി നമുക്ക് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും മുഴുവനായിട്ട് കാണണം. എല്ലാവരും കൂട്ടുകാരിലേക്ക്, നിങ്ങളുടെ പരിചയമുള്ളവരിലേക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും അയച്ചു കൊടുക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു. 9ാമത്തെ ക്വസ്റ്റ്യൻ ചിത്രം നോക്കൂ നിങ്ങൾ. എന്താണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്? എ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് അതിന് മുമ്പ് തന്നെ 2 vertices of an equilateral triangle is. ഇത് 0 0 ആണ്, ഒറിജിൻ ആണ്. ഓക്കെ, പിന്നെന്നോ 10 0 ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, സമഭുജ ത്രികോണമാണ്. അതിനർത്ഥം ഒരു സൈഡ് എത്രയാണോ അത് തന്നെയായിരിക്കും എല്ലാ സൈഡും. എല്ലാ സൈഡും ഈക്വൽ ആയതിനാണല്ലോ നമ്മൾ ഇക്വലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയാം. അപ്പൊ അതുമാണ്. ദെൻ അതിനുശേഷം നമ്മൾ ഇവിടെ പറഞ്ഞിട്ട് എന്താ, പിന്നെ എ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് സൈഡ് ഓഫ് എ ട്രയാങ്കിൾ. നോക്ക്, ട്രയാങ്കിളിന്റെ ലെങ്ത് ഓഫ് സൈഡ് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 0 0 മുതൽ 10 0 വരെ നമ്മൾ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. ഈ 0യിൽ നിന്ന് 10ലേക്ക് എത്താൻ എത്ര ദൂരം വേണം? മൊത്തം 10 സെന്റിമീറ്റർ വേണം. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ലെങ്ത് ഓഫ് സൈഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ലെങ്ത് ഈക്വൽ ടു നീളം ഈക്വൽ ടു 10 സെന്റിമീറ്റർ ആയിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. Then B ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. B ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ ഹൈറ്റ് ഓഫ് ട്രയാങ്കിൾ. ട്രയാങ്കിളിന്റെ ഹൈറ്റ് എത്രയെന്ന് കണക്കാക്കണം. അപ്പൊ ഇവിടെയും 10 ആണ്, ഇവിടെയും 10 ആണ്, എല്ലാവിടെയും 10 ആണ്. എങ്കിൽ ഇതിന്റെ ഈ ഹൈറ്റ് ഉണ്ടല്ലോ, ഡോട്ടഡ് ലൈൻ ഉണ്ടല്ലോ, ആ ഹൈറ്റ് എത്രയായിരിക്കും എന്നാണ് കണ്ടുപിടിക്കുന്നത്. ആ ഹൈറ്റ് എങ്ങനെയാണ് മക്കളെ നമ്മൾ കണ്ടുപിടിക്കാൻ നോക്കി നിങ്ങൾ. ഇതാണ് കുറെ പേർക്ക് കിട്ടാതിരിക്കുന്നുണ്ടാവുക എന്നാണ് കരുതുന്നത്. നോക്ക്, ഇവിടെ മൊത്തത്തിൽ 10 ആണെങ്കിൽ ഈ സ്റ്റാർട്ടിങ് മുതൽ ഇതുവരെ എത്ര ഉണ്ടാവുള്ളൂ? 5 ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ നോക്കിയോ, അതിന്റെ ട്രയാങ്കിളിന്റെ പകുതി മാത്രം ഞാൻ ഇവിടെ വരയ്ക്കണം. എന്നാലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഇവിടെ 5 ആണ് കേട്ടോ. ഇവിടെ എത്രയാണ്? 5 ആണ്. എങ്ങനെ 5 വന്നു മനസ്സിലായല്ലോ. മൊത്തത്തിൽ 10 ആണ്, അതിന്റെ പകുതി. ഇവിടെ എന്തായാലും ഹൈറ്റ് ആയതുകൊണ്ട് 90 ഡിഗ്രി ആയിരിക്കുമല്ലോ. പിന്നെ അതേപോലെ ഈക്വലാറ്ററൽ ട്രയാങ്കിൾ ഒരു പ്രത്യേകത എന്താണ്? എല്ലാ ആംഗിളും ഈക്വൽ ആയിരിക്കും, എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പൊ എല്ലാ ആംഗിളും ഈക്വൽ ആണെങ്കിൽ ഈ ആംഗിൾ എത്ര ഡിഗ്രി ആയിരിക്കും? 60 ആയിരിക്കും. അപ്പൊ ഈ ആംഗിൾ 60 ഡിഗ്രിയാണ്. ഈ ആംഗിൾ ആണെങ്കിൽ 60 ഡിഗ്രിനെ പകുതിയാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 30. നമുക്ക് കഴിഞ്ഞ ചോദ്യത്തിൽ ചെയ്ത അതേ സാധനം വീണ്ടും വരികയാണ്. 30 ഡിഗ്രി 60 വീണ്ടും വരികയാണ്. അപ്പോ നമുക്ക് ഈ സാധനം 30 60 ഡിഗ്രി 90 ആണെന്ന് മനസ്സിലാക്കലാണ് ഏറ്റവും വലിയ കാര്യം. അത് മനസ്സിലാക്കാത്തവർക്ക് അത് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ നോക്കിയോ, 30 ഡിഗ്രി ഈസ് ടു 60 ഡിഗ്രി ഈസ് ടു 90 ഡിഗ്രി 1:√3:2 നമ്മൾ റേഷ്യോ എഴുതി. ഇനി 30 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് ആണ് മക്കളെ നമുക്ക് 5 തന്നിരിക്കുന്നത് അല്ലേ. അപ്പൊ 30 ഡിഗ്രിന്റെ താഴെ നമ്മൾ 5 എഴുതുന്നു. അപ്പൊ 60 ഡിഗ്രിന്റെ അവിടെ എന്താ വരിക? 5-നോടൊപ്പം √3 ചെയ്യണം, 5√3. ഇവിടെ ഇതിന് ഡബിൾ, അപ്പൊ 10. നമുക്ക് ഇനി എന്താണ് ആവശ്യം? 60 ഡിഗ്രിന്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ് നമ്മുടെ ഹൈറ്റ്. Therefore height equal to 5√3. കഴിഞ്ഞടോ. ഇനി സി ക്വസ്റ്റ്യൻ നോക്കാം. എന്താ സി ക്വസ്റ്റ്യൻ? ഫൈൻഡ് ദ കോർഡിനേറ്റ്സ് ഓഫ് തേർഡ് വെർട്ടെക്സ്. ആരാണ് തേർഡ് വെർട്ടെക്സ്? ഇയാളാണ് തേർഡ് വെർട്ടെക്സ്. ഇത് ഈ തേർഡ് വെർട്ടെക്സ്. അപ്പൊ എക്സ് ആക്സിസിൽ നിന്ന് നോക്ക്, ഇവിടുന്ന് 0 മുതൽ ഇവിടെയാണ്. ഇവിടെ 5 ആണ് വരിക, 5 0. അപ്പൊ ഇവിടുത്തെ ആദ്യം 5 ആണ് വരിക. പിന്നെ ഇവിടെ മുതൽ ഇതുവരെയുള്ള ഹൈറ്റ് ആണ് ഇവിടെ ഡിസ്റ്റൻസ് 5√3. അപ്പൊ 5√3 ആണ് ഇവിടുത്തെ 5√3. എന്തുകൊണ്ടാണ് 5 വന്നത്? ആ 0-ന്റെയും 10-ന്റെയും സെന്ററിലുള്ള പോയിന്റ് ആണ് 5. അതിന്റെ നേരിട്ടാണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് അവിടെ 5 വന്നത്. എന്തുകൊണ്ടാണ് 5√3 വന്നത്? ഈ താഴെ മുതൽ മേലെ വരെയുള്ള ഹൈറ്റ്, ആ ഡിസ്റ്റൻസ് 5√3 ആണ്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചു. അതുകൊണ്ട് അവിടെ 5√3 വന്നു. ഇതാണ് നമ്മുടെ തേർഡ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. 1 മാർക്ക്, 2 മാർക്ക്, 3 മാർക്ക്. ഇങ്ങനെയാണ് അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. ഇനി 10ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് നമ്മൾ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഈ വീഡിയോ കഴിയാൻ പോവാണ്.
അപ്പൊ 10ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. ഓക്കെ, ക്വസ്റ്റ്യൻ നമ്പർ 10. 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എ സർക്കിൾ വിത്ത് സെന്റർ അറ്റ് ഒറിജിൻ. ഒരു സർക്കിളിന്റെ സെന്റർ ഒറിജിൻ ആണ്. സെന്ററിന് നമ്മൾ കൊടുക്കുന്ന ഒരു പേരുണ്ട്. എന്താണ് സെന്ററിന് കൊടുക്കുന്ന പേര്? HK എന്നാണ് സെന്ററിന് കൊടുക്കുന്ന പേര്. 0 0 ഒറിജിൻ ആണ്. ഓക്കെ, അത് തന്നിട്ടുണ്ട്. അപ്പൊ മാത്സിൽ നമ്മൾ എല്ലാവരുടെയും എന്ത് ചെയ്യണം? ചോദ്യം എഴുതുമ്പോൾ, ചോദ്യം വായിക്കുമ്പോൾ അതിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ ഇതേപോലെ എഴുതി വെക്കണം. അല്ലാതെ നമ്മൾ അതിന്റെ ഫൈനൽ ആൻസർ മാത്രം എഴുതുക. ചിലരുടെ പേപ്പർ നോക്കുമ്പോൾ 7ാമത്തെ ചോദ്യം ഇത്ര ഉത്തരം, 8ാമത്തെ ഇത്ര, 2 പേജിൽ എല്ലാം കഴിയും. അങ്ങനെ എല്ലാ മാത്സ് പരീക്ഷ എഴുതണം. തന്നിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് എഴുതി വിശദമായി തന്നെ എഴുതണം. ദെൻ പിന്നെയോ ആൻഡ് പാസസ് ത്രൂ ദ പോയിന്റ് 4 3. അപ്പൊ നമുക്കൊരു സർക്കിൾ ഉണ്ട്. ചിത്രം ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരയ്ക്കുകയാണ്. സെന്റർ 0 0 ആണ്. പാസസ് ത്രൂ ദ പോയിന്റ്, ഒരു പോയിന്റ് ഉണ്ട്, അത് 4 3 ആണ്. ഇങ്ങനെയാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചിത്രമാണ് നിങ്ങളുടെ മനസ്സിൽ വരേണ്ടത്. ഓക്കെ, എ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ റേഡിയസ്. അപ്പൊ ഇങ്ങനെ ഒരു ചിത്രം വന്നു കഴിഞ്ഞാൽ റേഡിയസ് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? സെന്ററും ഈ പോയിന്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പൊ 0 0 എന്ന പോയിന്റും 4 3 എന്ന പോയിന്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണം. അപ്പൊ ഇയാളെ നമ്മൾ x1 y1, ഇയാളെ x2 y2 നമുക്ക് പേര് കൊടുത്തിട്ട് എന്ത് ചെയ്യാം? ഡിസ്റ്റൻസ് ഈക്വൽ ടു, അല്ലെങ്കിൽ റേഡിയസ് ആണ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ റേഡിയസ് ഈക്വൽ ടു റൂട്ട് ഓഫ് x2 മൈനസ് x1. എന്താണ് നമ്മുടെ ഇക്വേഷൻ? ആദ്യം എഴുതുക. x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. ഇവിടെ 0 ആയതുകൊണ്ട് നമുക്ക് ഈ ഇക്വേഷൻ മുഴുവൻ എഴുതണമെന്നില്ല. എന്ത് ചെയ്താൽ മതി? റൂട്ട് ഓഫ് 4 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ എന്ന് എഴുതിയാലും മതി. ഓക്കെ, അപ്പൊ ഈക്വൽ ടു റൂട്ട് ഓഫ് 4 മൈനസ് 0 ഡയറക്റ്റ് ആയി ചെയ്യണം. 4 മൈനസ് 0 പറഞ്ഞാൽ 4 സ്ക്വയർ പ്ലസ് 3 മൈനസ് 0 3 സ്ക്വയർ. റൂട്ട് ഓഫ് 16 പ്ലസ് 9 റൂട്ട് 25 that is equal to 5 സെന്റിമീറ്റർ. 5 ആണ് നമ്മുടെ റേഡിയസ്. സി ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ സി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്, ബി ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് write the coordinates of points where the circle cut in y axis. നമ്മുടെ സർക്കിൾ y ആക്സിസിനെ കട്ട് ചെയ്യുന്ന പോയിന്റ് ഏതാണെന്ന് കണ്ടുപിടിക്കും. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുക? നമ്മുടെ സർക്കിളിന്റെ ഇക്വേഷൻ എങ്ങനെ എഴുതുക? x മൈനസ് h ഹോൾ സ്ക്വയർ പ്ലസ് y മൈനസ് k ഹോൾ സ്ക്വയർ ഈക്വൽ ടു r സ്ക്വയർ. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക, അല്ലേ? ഇവിടെ h ഉം k യും 0 ആണ്, 0 0 ആണ്. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താ വരിക? എക്സ് സ്ക്വയർ. അങ്ങനെ എക്സ് സ്ക്വയർ വന്നത് എക്സ് മൈനസ് 0 എച്ചിന്, അല്ലേ? അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ എങ്ങനെ എഴുതോ? എക്സ് മൈനസ് 0 ഹോൾ സ്ക്വയർ. അപ്പൊ എക്സ് സ്ക്വയർ അടുത്ത സ്റ്റെപ്പിൽ ആയിക്കോളും. പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ എന്ന് വന്നു. ഇവിടെ നമ്മുടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ വൈ ആക്സിസിനെ കട്ട് ചെയ്ത് പോണ പോയിന്റ് ഏതാണ് എന്നാണ്. വൈ ആക്സിസിനെ കട്ട് ചെയ്ത് പോണ പോയിന്റ് പ്രത്യേകത എന്ന് പറയുന്നത്, വൈ ആക്സിസിലുള്ള ഒരു പോയിന്റ് പ്രത്യേകത അത് 0 സംതിങ് എങ്ങനെ ആയിരിക്കും, അല്ലെ? എക്സിന്റെ വില 0 ആയിരിക്കും. വൈ ആക്സിസിൽ എക്സ് കോർഡിനേറ്റിന്റെ വില 0 ആയിരിക്കും. അപ്പൊ ഇയാളുടെ വില 0 ആയിരിക്കും. അപ്പൊ നമുക്ക് എന്ത് കിട്ടുക? വൈ സ്ക്വയർ ഈക്വൽ ടു ആർ സ്ക്വയർ. എത്രയാണ് നമ്മുടെ റേഡിയസ്? 5 സ്ക്വയർ. അപ്പൊ therefore y equal to root 25. 5 സ്ക്വയർ പറഞ്ഞാൽ 25 അല്ലേ? root 25 പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 5 എന്നാണ് വരിക. therefore the points are ഇത് y ആക്സിസിനെ കട്ട് ചെയ്ത് പോണ പോയിന്റ് പറയുന്നത്. ഏതൊക്കെയാണ് പോയിന്റ്? 0 5 ആവാം, -5 ആവാം. അപ്പൊ 0 5 and 0 -5. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? അവിടെ എഴുതേണ്ടത്. ഇതോടുകൂടി നമ്മുടെ 3 മാർക്കിന്റെ സെഷൻ അവസാനിക്കുകയാണ്. കൃത്യമായി നമുക്ക് നിങ്ങൾ ഇത്ര നേരം കണ്ടപ്പോൾ സമയം മനസ്സിലായിട്ടുണ്ടാവും. എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഇത്ര സമയം നമുക്ക് ഒരിക്കലും പരീക്ഷയ്ക്ക് എഴുതാൻ ആവശ്യം വരില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ലെങ്തി ആവുന്നതിൽ നിങ്ങൾ ക്ഷമിക്കണം. കാരണം നമുക്ക് പറയേണ്ട വിഷയങ്ങൾ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടി വിബ്ജ്യൂർ അക്കാദമിയുടെ ഒരു സേവനം എന്ന നിലയ്ക്കാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ആയതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട എല്ലാ വിദ്യാർത്ഥികളും ഇതിനോട് സഹകരിക്കണം. നല്ല രീതിയിൽ തന്നെ ഇത് കണ്ടുകൊണ്ട് നിങ്ങൾ പഠിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇത് മാത്രം ചെയ്തു പഠിക്കണം എന്നല്ല, ഇനിയും അധികം ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്തു പഠിക്കണം. നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ ചെയ്യുക എന്ന് ചെയ്യുന്നതിലൂടെ ഒരുപാട് കാര്യങ്ങൾ ഓട്ടോമാറ്റിക്കായി നമുക്ക് മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ വീഡിയോ നിങ്ങൾ എല്ലാവരും മുഴുവനായിട്ട് കാണണം. എല്ലാവരും കൂട്ടുകാരിലേക്ക്, നിങ്ങളുടെ പരിചയമുള്ളവരിലേക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും അയച്ചു കൊടുക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു.